ഏത് പാർട്ടിയാവട്ടെ, എന്നിട്ട് നമ്മളെ പിള്ളേർക്ക് ഇന്ന് പണിയില്ലാത്ത തെണ്ടെന്ന് അയാളാണ് ജയിക്കേണ്ടത്, അല്ലാണ്ട് ഉണ്ണിത്താനല്ല. ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഒന്നുമില്ല. നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ്. റിയാസ് മൗലവി കൊല്ലപ്പെട്ട ചൂരിയിലെ ഓൾഡ് ജുമാ മസ്ജിദിലാണ് നമ്മളുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇതൊരു ഉണ്ടാവും, പ്രതികൾക്ക് ശിക്ഷയുണ്ടാവുന്ന എല്ലാ നാട്ടുകാർ മുഴുവനും. ഭക്ഷണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വർഗീയത അഴിച്ചുവിടല്ലേ അവർ ചെയ്യുന്നത്. സുരേഷ് ഗോപി വന്നിട്ടാകുമ്പോക്ക് കൊണ്ടേ രാഷ്ട്രപതി പോയിട്ടുണ്ടായി. രാഷ്ട്രീയം ഒരു കബഡി കളിയാണ്, പ്രത്യേകിച്ചും കാസർഗോഡൻ രാഷ്ട്രീയം. കഴിഞ്ഞ തവണ KP സതീഷ് ചന്ദ്രനെ അട്ടിമറിച്ച് CPM-നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാലുവാരി നിലത്തടിച്ചത് അങ്ങനെ ഒരു കബഡി കളിയിലാണ്. കാസർഗോഡൻ രാഷ്ട്രീയത്തിൽ അത്തരം അട്ടിമറികൾക്ക് ഒരു പുതുമയുമില്ല. പണ്ട് EK നായനാരെ വീഴ്ത്തി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന യുവതുർക്കി കടന്നു വന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണയും എന്തും സംഭവിക്കും. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം സാക്ഷാൽ AKGയെ പാർലമെന്റിലേക്ക് അയച്ച ചുവപ്പൻ കോട്ട. ഈ കോട്ടയിൽ ഇത്തവണയും മൂവർണ്ണക്കൊടി പാറുമോ, അതോ ചെങ്കോട്ട ഇടതുപക്ഷം തിരികെ പിടിക്കുമോ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഉഷാറാണ് നടക്കുന്നുണ്ട്. ആര് ജയിക്കും? ഉണ്ണിത്താൻ. അത് നമ്മളിവിടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ CPM-ന്റെ ബാലകൃഷ്ണ മാഷി നല്ല ഭൂരിപക്ഷം ഗംഭീരം. അയാളാണ് ജയിക്കേണ്ടത്, അല്ലാണ്ട് ഉണ്ണിത്താനല്ല. ഉണ്ണിത്താൻ 5 വർഷം എന്തുണ്ടാക്കിയുടെ. തെരഞ്ഞെടുപ്പ് BJP വരും. തെരഞ്ഞെടുപ്പായിട്ട് ബഹളമൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഇല്ല പ്രചാരണം ഒന്നും ഇല്ല, പ്രവർത്തനം കാണുന്നില്ല. കാസർഗോഡ് ആണെങ്കിൽ സപ്തഭാഷാ സംഘഭൂമിയാണ്. ഇവിടെ കന്നഡ, മലയാള, തുളു വ്യത്യാസമില്ലാതെ ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും നമ്മുടെ ഇടതുപക്ഷത്തോട് നല്ലൊരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു ആശ്വാസമാണ്. ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഹോസ്പിറ്റലാണെങ്കിലും പൊളിഞ്ഞു കിടക്കുന്ന സ്കൂളാണെങ്കിലും നല്ല നിലവാരത്തിൽ ഉയർന്ന് നിന്നത് പിണറായി ഗവൺമെൻറ് വന്നതിൻ്റെ ശേഷമാണ്. ഇപ്രാവശ്യം ഒരു മാറ്റം വേണം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിത്താനല്ലേ, ഇവിടെ ഒരു ഡെവലപ്മെന്റ് ഒന്നുമില്ല നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ. നമ്മളുടെ ഈ പ്രാവശ്യം വോട്ട് BJP. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വർഗീയത അഴിച്ചുവിടല്ലേ അവർ ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ പറ്റുക? ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാവുമെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇവിടെ ഇവിടത്തെ പൊള്ളണ ചൂടല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടൊന്നും കാസർഗോഡ് അങ്ങനെ കാണാനില്ലല്ലേ? ശരിയാ, ഇവിടെ ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ കാണുന്ന 4-3-7 പേരല്ലാതെ അധികം പേര് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പോസ്റ്ററോ ഒന്നും കണ്ടില്ല അല്ലേ? വന്ന വഴിക്ക് അങ്ങനെ വലിയ പോസ്റ്ററോ ബഹളങ്ങളോ സമ്മേളനങ്ങളോ ചിലപ്പോൾ നമ്മൾ കാണാഞ്ഞിട്ടായിരിക്കും. ജാഥയോ ഒന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ വേറെ നിയോജക മണ്ഡലങ്ങളിലൊക്കെ, ശരിക്കും പറഞ്ഞാൽ ആറ്റിങ്ങലിലൊക്കെ എല്ലായിടത്തും കാണാം പോസ്റ്ററും ബഹളവും. അതൊരു പക്ഷേ കാസർഗോഡിന്റെ സ്വഭാവം കാരണമായിരിക്കും. അതിങ്ങനെ സ്പ്രെഡായി കിടക്കുക. അതിൽ ചില സ്ഥലങ്ങളിൽ ആൾതാമസം വളരെ കൂടുതലുണ്ട്, ചിലയിടത്ത് കുറവാണ്. അപ്പം അതുകൊണ്ടും കൂടെ ആയിരിക്കും. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വമൊക്കെ ഒരു ഫാക്ടറായിരുന്നു സ്വാഭാവികമായി. പ്രത്യേകിച്ച് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് രക്ഷകരെന്നുള്ള ഒരു വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസ് വിശ്വാസ്യതയില്ല. കോൺഗ്രസിനേക്കാൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് വിശ്വാസമെന്ന് മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള പുതിയ പ്രതികരണങ്ങളും പ്രസ്താവനകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോണു പ്രചരണമൊക്കെ? പ്രചരണം തീവാറുന്ന പോരാട്ടമാണ്. ഇത്തവണയും പിടിക്കും. ഇത്തവണ നിലനിർത്തിയല്ല, കഴിഞ്ഞ തവണ തന്നെ ഇരട്ടി ഭൂരിപക്ഷം നേടും. ഇരട്ടി. ഇവിടുത്തെ പ്രധാന പ്രചരണ വിഷയം കോൺഗ്രസിന്റെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു MP ആരാണ് എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. 35 വർഷം നിരന്തരമായി വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെട്ടപ്പോഴാണ് എന്നെ വിജയിപ്പിച്ചത്. ഇപ്പോൾ അവർ പരിപൂർണ സംതൃപ്തരാണ്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി അടുത്ത 5 കൊല്ലം ഞാൻ പോരാടും, ജയിച്ചാൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഉണ്ണിത്താനെ കഴിഞ്ഞ വർഷം MP ആയി ഇറങ്ങിയത് മുതൽ കാസർകോട്ടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് അദ്ദേഹം സ്ഥാനം നേടിയിട്ടുള്ളത്. ഉണ്ണിത്താൻ അറിയാത്ത ആരുമില്ല. ഈ ചെറിയ 5 വർഷത്തെ കാലയളവിൽ അദ്ദേഹം കാസർഗോഡിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിത്തം വഹിച്ചൊരു MP ആണ്. കാസർകോട്ടെ ജനത അദ്ദേഹത്തെ 100% ഇപ്രാവശ്യം വിജയിപ്പിക്കും. MP വരുന്നു പോകുന്നു എല്ലാ ഒരു നല്ല കാര്യത്തിൽ എന്തിനറിയില്ല, വരുന്നു പോകുന്നു എന്തിനറിയില്ല.
അയാൾ ഇവിടെ ഉള്ള ആൾ, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വരുന്ന കേരളത്തെ ഒരു കാസർഗോഡ് MP ആണ്. ഈ പ്രാവശ്യം അവർ തന്നെ നിർത്തുന്നുണ്ട്, നടന്നാൽ നല്ല കാര്യം. ഒരാൾ വരുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. കാസർഗോഡുള്ള ഒരു ജനങ്ങൾ ഇടണമെങ്കിൽ കാസർഗോഡ് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അവർ ബെസ്റ്റ്. അതല്ല ഇവിടുത്തെ ഇവിടെ ഉള്ള ആളെ കൊണ്ടിട്ട് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനും ഈ ഇലക്ഷനിൽ പണിയെടുത്തവനാ. 35 കൊല്ലം ഞാനും പണിയെടുത്തിന്. ഏതിലും ആട്ട് പാർട്ടി ഞാൻ പറയില്ല, ഏത് പാർട്ടി ആട്ട്. എന്നിട്ട് നമ്മളെ പിള്ളേർക്ക് ഇന്ന് പണിയില്ലാത്ത തെണ്ടെന്ന് അറിയോ? ഇതെല്ലാം നിങ്ങൾ എന്തിനാ പൊടിച്ചോണ്ട് വന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാ? ശരി, നിങ്ങൾ വന്നതിന് നന്ദി. ശരി, പോട്ടെ, സാരല്ല. ശരി. പക്ഷെ എങ്ങനെ പോണു പ്രചരണം? ഗംഭീരമായി. എല്ലാ സ്ഥലത്തും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറമാണ്. കാരണം നഷ്ടപ്പെട്ട മണ്ഡലമാണ്, യാദൃച്ഛികമായി കഴിഞ്ഞതാണ്. ആ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുമെന്നുള്ള വാശിയിൽ തന്നെയാണ് ഇന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങളാകെ ഉള്ളത്. നമ്മൾ ചാനലുകാരടക്കം നമ്മളടക്കം ആലോചിക്കൊണ്ടൊരു വിഷയമുണ്ട്. ഈ രാജ്യം ഇതുപോലെ പോകണോ, അല്ല രാജ്യം കലുഷിതമായ വർഗീയതയ്ക്ക് അടിമപ്പെടണോ? ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എനിക്കും നിങ്ങൾക്കും ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം മേലിൽ കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഞാൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. ഇനി ഒരു പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കുമോ എന്നുള്ളത്. 2 മുഖ്യമന്ത്രിമാരാണ് ജയിലിൽ കിടക്കുന്നത്. ED രാഷ്ട്രീയ കരുവാക്കിയിട്ട് ഈ ഗവൺമെൻറ് മാറ്റുന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? MP ആയിട്ട് പോകുന്നുണ്ട്. പോയാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വരുമല്ലാണ്ട് ഇവിടുത്തെ പിള്ളേരെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് കർണാടക പോകണം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കണം, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? കമ്പാരിറ്റീവ്ലി കാസർഗോഡിൽ കുറവാണ്. വരണ്ടേ? അതൊക്കെ വരണം അല്ലേ? വോട്ട് ചെയ്യുന്നില്ലേ എല്ലാവരും? വോട്ട് ചെയ്യാറായിട്ടില്ലേ? ഇല്ല, ചെറിയ ആൾക്കാർ. ഓക്കെ, ബൈ. വെക്കേഷൻ ഒരു കോഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സാധ്യത ഇവിടെ ഇല്ല. നമുക്ക് ഔട്ട് സൈഡ് ഇപ്പം മാംഗ്ലൂർ പോകേണ്ടി വരും, പുറത്തുള്ള സ്ഥലങ്ങൾക്ക് പോകേണ്ടി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. വേണ്ടത് ഇപ്പോൾ NDA സർക്കാർ വരണം ഇവിടെ, എന്നാലും കേന്ദ്രം ഭരിക്കുന്നവരാണ്. ഇവിടെ കേരളത്തിൽ നല്ല ഹോസ്പിറ്റലില്ല. ഇനി പെരിയാർ പോയില്ല, അത് ഗവൺമെൻറ് ആയതുകൊണ്ട് അവിടെ പൈസ ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെ വലിയ ഒരു ഹോസ്പിറ്റലുണ്ട്, അത് അവിടെ പൂട്ടി കിടക്കുന്നതിന് ഗുണവുമില്ല. പിന്നെ എന്തെങ്കിലും രോഗമാണ് മംഗലാപുരം പോലും. മംഗലാപുരം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നാൾ മംഗലാപുരം എടുക്കുന്നില്ല. അത് അവിടെ തന്നെ പ്രത്യേകം അവരെന്നെ ചെയ്യണം. നമ്മളിവിടുത്തെ കടലാസം ഉണ്ടെങ്കിൽ അവരെടുക്കില്ല. ഒന്നും പറയാനൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയട്ടെ നോക്കട്ടെ. LDF ഇവിടെ റിയാസ് മൗലവിയുടെ വധം ഇവരിപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് UDF ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചൊരു ചെറിയൊരു മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അപ്രതീക്ഷിതമായി വലിയ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് റിയാസ് മൗലവി വധക്കേസിലെ വിധി. 7 വർഷം മുമ്പ് റിയാസ് മൗലവി കൊല്ലപ്പെട്ട ചൂരിയിലെ ഓൾഡ് ജുമാ മസ്ജിദിലാണ് നമ്മളുള്ളത്. ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടോ? ഉണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇതിലൊരു വിധി ഉണ്ടാവുമെന്ന്, പ്രതികൾക്ക് ശിക്ഷയുണ്ടാവുന്ന എല്ലാ നാട്ടുകാർ മുഴുവനും, സമൂഹം മുഴുവനും പ്രതീക്ഷിച്ചതാണ്. പ്രോസിക്യൂഷന്റെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി എവിഡൻസും എല്ലാം ശേഖരിച്ചിട്ടാണ് പ്രോസിക്യൂഷന് കോടതിക്ക് മുമ്പാകെ എല്ലാം ഹാജരാക്കിയത്. പ്രോസിക്യൂഷന് ഒരു പരാതിയും ഈ ആക്ഷൻ കമ്മിറ്റിക്കോ ഈ ചൂരി പ്രദേശത്തിൻ്റെ ഒരു ജനതയ്ക്കും ഇല്ല. അവർക്കറിയാം ഈ ഗവൺമെൻറ് ഇത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, പ്രോസിക്യൂട്ടർ ഇത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, ഓരോ മനുഷ്യർ ഇത്ര ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പരാതിയില്ല. അവരാരെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല. ആ കൊല്ലപ്പെട്ട അയാളുടെ വൈഫിന് പരാതി ഉണ്ടോ? അവർക്കും ഇല്ല. പിന്നെ ആർക്കാ പരാതി? രാഷ്ട്രീയക്കാർക്ക് പരാതി ഉണ്ടാവും. അത് രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. സപ്പോർട്ട് പരിപൂർണ്ണ സപ്പോർട്ടാണ്. ചിലപ്പോൾ ഈ സപ്പോർട്ട് കൊല്ലപ്പെട്ട സമയത്ത് കിട്ടിയായിരുന്നെങ്കിൽ UAP അടക്കമുള്ള വകുപ്പ് ചുമത്തിയായിരുന്നെങ്കിൽ പ്രതികൾ എന്തായാലും അകത്ത് കിടക്കുമായിരുന്നു, അല്ല ജീവന് ശിക്ഷിക്കപ്പെടുമായിരുന്നു, അല്ല തൂക്കി വിധിയാൻ മാറ്റും. അന്ന് അങ്ങനെ ഉണ്ടായില്ല. അത് സർക്കാരിൻ്റെ നിലപാടാണ്. സർക്കാർ UAPക്ക് എതിരാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ പോളിസി നയത്തിൽപ്പെട്ടയാണ്. അതുകൊണ്ട് ചേർക്കുന്നില്ല. DNA ടെസ്റ്റ് നടത്തിയ ആൾ വിസ്തരിച്ചിട്ടുണ്ട്, സയൻറ്റിഫിക് എക്സ്പേർട്ടിനെ വിസ്തരിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും പ്രതികൾക്ക് അത് അവരുടേതല്ല എന്നുള്ള, അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചതല്ല എന്നുള്ളൊരു കേസ് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും കോൺക്രീറ്റായ എവിഡൻസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് ആ ജഡ്ജ്മെൻറ്റ് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് അപ്പുറത്ത് കമൻറ്റ് ചെയ്യുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ഇതൊരു വിഷയമാവുന്നുണ്ടോ?
അതിനെപ്പറ്റി നമ്മൾക്ക് കണ്ടറിയാന്നല്ലാണ്ട് നമ്മൾക്ക് അതിനെ പറ്റിയൊന്നും പറയാനൊന്നും പറ്റില്ല. രാഷ്ട്രീയത്തിൽ അതീതമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് അധികം ഉള്ളത്. രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ കുറവുള്ളൂ. അവർ വോട്ടൊന്നും മാറില്ല, അവരെ വോട്ട് അവർക്ക് തന്നെ കിട്ടുമായിരിക്കും. അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് അതീതമായിട്ട് നിഷ്പക്ഷങ്ങളായിട്ടുള്ള വിഷമം ഇങ്ങനെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചെറിയ ഇതൊക്കെ പ്രതിഫലിക്കാതിരിക്കില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കി തരാറുണ്ടോ? യാര് ജയിച്ച പിന്നെ യാര് നോക്കാൻ വരുന്നേ? ആരും തിരിഞ്ഞു നോക്കൂലല്ലേ ജയിച്ചാ പിന്നെ? യാരും വരുന്നില്ല. ഇപ്പൊ മാത്രമില്ല, 10 കുറി കൈ കൊടുക്കൂ, ഇങ്ങനെ കൈ കൊടുക്കൂ, സെക്കൻഡ് കൊടുക്കൂ, പിന്നെ ഒരു മനുഷ്യൻ നോക്കുന്നില്ല. കാസർഗോഡിನಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಆಗೋ ಚಾನ್ಸ್ ಉಂಟಂತ. ഓക്കെ, കോൺഗ്രസിന്റെ ടൈം ആണല്ലേ ഇപ്പോ? നമ്മളിപ്പോൾ കാസർഗോഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തി. ഇവിടെ എത്തുമ്പോഴേക്കും ഏതാണ്ട് സ്വഭാവമൊക്കെ മാറുന്നു, മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ മാറ്റം വരുന്നത്. ഇവിടുത്തെ അവസ്ഥ എന്താ? ഞങ്ങളുടെ നാട്ടിലിവിടെ 2 ഗേറ്റ് ഉണ്ട്. ഈ തൃക്കരിപ്പൂർ ഗേറ്റ്, വീരശ്ശേരി ഗേറ്റ്. 10-20 വർഷങ്ങളായി ഞങ്ങൾ അതിനു വേണ്ടി മുറവിളി വിടും. സാധാരണ ഇപ്പോൾ ഇത് നിങ്ങൾ കാണും, ഇപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ഈ ടൗൺ മുഴുവൻ ബ്ലോക്കാണ്. അതുപോലെ വീരശ്ശേരി ഇപ്പോൾ ഏകദേശം അത് കിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ വരുമ്പോൾ ഈ 2 മേൽപ്പാലങ്ങളും അപ്രധാനമായ മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോവുകയാണ്. ഇവിടെ ഇളമ്പച്ചി മോള പറയും, അവിടെയൊക്കെ മേൽപ്പാലം വരുന്നത് നമുക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അതൊന്നുമല്ല, ഇതിനൊന്നുമല്ല പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. പെൻഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം അതല്ലേ സാധാരണക്കാരുടെ ഒരു പ്രശ്നങ്ങൾ. നമുക്കുള്ള ഒരു കിട്ടുന്ന ആനുകൂല്യങ്ങൾ അത് ചെറുതായിക്കോ അവർക്ക് അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. ആ വിഷമം തീർച്ചയായിട്ടും ഭരണകാലത്തിലുള്ള ഭരണത്തിൻ്റെ ഇതിൽ സംഭവിക്കും. തീർച്ചയായിട്ടും ഞാനും അനൂപും എൻ്റെ കൂടെ ജോർജും എല്ലാം ഒന്നിച്ച് പഠിച്ചിട്ട് ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പഴയൊരു സൗഹൃദം ഇപ്പോൾ ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങിയ ഒരു സൗഹൃദം, അതൊന്നും നമുക്ക് പറ്റില്ല. മറ്റുള്ള രാജ്യം നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളെൻ്റെ ഞാനൊരു UAE-കാരനാണ്, അവിടെ മുസ്ലിം രാജ്യമാണ്. ബട്ട് വലിയൊരു ക്ഷേത്രം, ഏറ്റവും വലിയൊരു ക്ഷേത്രം അവിടെ പണിതു. ബട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ചെറിയ ഒരു ഏരിയയിൽ പോലും ഒരു മുസ്ലിം പള്ളിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ അവൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു വളരെയധികം മോശമായ ഒരു ചുറ്റുപാടിലേക്ക് വന്നു. അതിൽ പ്രതികരിക്കാനുള്ള ചാൻസ് എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രതികരിക്കാനുള്ള ചാൻസ് നിങ്ങളെന്താക്കണം, അതിനുവേണ്ടി നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വിനിയോഗിക്കാം. ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ അശ്വിനിയെ കാണണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ അശ്വിനിയുടെ കയ്യിൽ കുറച്ച് സമ്മാനങ്ങൾ. സുരേഷ് ഗോപി വന്നിട്ടാകുമ്പോക്ക് കൊണ്ടേ ഒരു ആശ്രമത്തിൽ പോയിട്ടുണ്ടായി. അപ്പോൾ എനിക്കൊരു കോക്കനട്ട് സാപ്ലിങ് അവിടെ സ്വാമിജിനെ കയ്യിൽ നിന്ന് തന്നു എനിക്ക്. അപ്പോൾ ആ സാപ്ലിംഗ് ലക്ഷ്മി എന്ന പേര് വെച്ചിട്ടുണ്ട്. അതെൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ല വലുതായിട്ടുണ്ട് ആ ലക്ഷ്മി. സ്ത്രീ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുടെ റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്. ബിക്കോസ് ഒരു സ്ത്രീ ആകുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ചെല്ലാമല്ലോ. പിള്ളേരുടെ പോയിട്ട് ഇതാക്കുക, അവരെ ഹായ് ബൈ ആക്കുക, അവർക്ക് ചിരിപ്പിക്കുക. അങ്ങനെ സ്ത്രീകളിൽ പോകുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസമാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ അല്ലേ പറയുമ്പോൾ ഞാനൊരു സ്മൈൽ കൊടുക്കുമ്പോൾ അവർ സ്മൈൽ തരും. പിന്നെ ആൾക്കാരുടെ ഇടയിൽ ഷോപ്പിൽ കയറുമ്പോഴും ഞാൻ ചിരിക്കുന്നിടത്തോളം വിടില്ല, ഞാനിങ്ങനെ ചിരിക്കും. നമസ്തേ നമസ്തേ എന്ന് പറയും. എന്താണ് ഇവിടുത്തെ ഒരു മുഖ്യ പ്രചരണ വിഷയം നിങ്ങളുടെ എന്താണ്? NDAയുടെ എന്താണ്? നിരവധി സ്കീംസ് ഉണ്ട് നമുക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ 100% ആയിട്ട് നമുക്ക് കാസർഗോഡ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത്. വികസന പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളുമെല്ലാം ഒരുപോലെ ചർച്ചയാവുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ LDF-ഉം UDF-ഉം ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ സ്വാധീനം ഉറപ്പിക്കാനും വോട്ട് കൂട്ടാനും BJP-യും നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. BJP എത്ര വോട്ട് പിടിക്കും എന്നത് മാത്രമല്ല, കാസർഗോഡ് മണ്ഡലത്തിൽ ഇക്കുറി 2 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട്. അവർ എന്ത് തീരുമാനിക്കും എന്നിടത്താകും കാസർഗോഡിന്റെ ജനവിധി. അപ്പൊ കാസർഗോഡ് ഏറെക്കുറെ. ഇനി കണ്ണൂർ. Ignite your career with Missile Women of India, Nurul Islam Center for Higher Education. Al Muqtadar Jewellers. 0% പണിക്കൂലി, 100% സന്തോഷം.